മനോരമ ന്യൂസിലെ ന്യൂസ് ഡയറക്ടറുമായ ശ്രീ ജോണി ലൂക്കോസിനെ സ്നേഹപൂർവ്വം ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സംവാദമല്ല, ഒരു സംഭാഷണം എന്ന് കരുതിയാൽ മതി. അദ്ദേഹത്തിൻ്റെ നായകർ ഗായകർ എന്ന പുസ്തകം ഒരു അഭിമുഖങ്ങളുടെ പുസ്തകമാണ്. നമുക്കറിയാം, ജോണി ലൂക്കോസ് പ്രശസ്തനായ അഭിമുഖകാരനാണ്. ഏറ്റവും ശ്രദ്ധേയമായ അഭിമുഖങ്ങളിലൂടെ, വിവാദമുയർത്തിയ ചർച്ചകളിലൂടെ മനോരമ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജോണി പത്രപ്രവർത്തനത്തിലേക്ക്, മാധ്യമപ്രവർത്തനത്തിലേക്ക് വരുന്നത് പ്രിൻ്റ് മീഡിയയിലൂടെയാണ്, അച്ചടി മാധ്യമത്തിലൂടെയാണ്. മലയാള മനോരമയുടെ വളരെ പ്രധാന പദവികൾ വഹിച്ചതിന് ശേഷമാണ് മനോരമ ന്യൂസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം TV ജേർണലിസ്റ്റായിട്ട് പോകുന്നത്. അന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സംഭാവന എന്ന് പറയുന്നത് അഭിമുഖങ്ങളായിരുന്നു. ഞാൻ ഏറ്റവും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന അഭിമുഖം എന്ന് പറയുന്നത് P. ഗോവിന്ദപിള്ളയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖമാണ്. അത് TV വരുന്നതിന് മുമ്പ് 2003 അല്ല ജോണി, 2003 ചെയ്ത അഭിമുഖമാണ്. അത് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായ അഭിമുഖമാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാഷാഭൂഷണിയിലാണ് ഈ അഭിമുഖം വന്നത്. അത് രണ്ടാമത് അച്ചടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ അഭിമുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എൻ്റെ ഓർമ്മയിലുള്ളത്. അത് രാഷ്ട്രീയ തലത്തിലുണ്ടാക്കിയ ചലനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ അതിൽ പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോണി. P. ഗോവിന്ദപിള്ളയുടെ അഭിമുഖം അത് ഭാഷാഭൂഷണിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ തന്നെ അപകടത്തിലാവുന്നുവെന്ന് വന്നപ്പോൾ മാനസികമായിട്ട് എനിക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായി. കാരണം എൻ്റെ പല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരുപക്ഷെ പോകുമോ എന്നുള്ളത് സംശയം. ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ എപ്പോഴും ഒരു UDF LDF ഡിവൈഡ് ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഒരിക്കലും അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകളുടെയും വളരെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ P. ഗോവിന്ദപിള്ളയുടേത് വന്നപ്പോൾ ഇടതുപക്ഷത്തുള്ള എൻ്റെ ഈ പറഞ്ഞ തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരു മാറ്റം വരുമെന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്കുണ്ടായി. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഇൻ്റർവ്യൂ അത് ഏതെങ്കിലും തരത്തിൽ ഞാൻ പറയാത്ത കാര്യമാണെന്നോ വളച്ചൊടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടും കഴിയുമായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തതാണ് എങ്കിൽ പോലും. പക്ഷെ അന്നേരമാണ് എനിക്ക് അതിൻ്റെ ഒരു ഔന്നത്യം മനസ്സിലാവുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നത്യം. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് തയ്യാറായില്ല. ഒരിക്കലും ഒരു വാചകം പോലും ഇല്ല. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹത്തിന് യാതൊന്നും ഇല്ലാത്തൊരു അവസ്ഥ വന്നു. ആദ്യം ഒന്ന് വലിയ നടപടിയിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും കേന്ദ്ര കമ്മിറ്റി 6 മാസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ചർച്ച ചെയ്ത് പിന്നെയും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് മാനസികമായിട്ട് എനിക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹം അപ്പോഴും പറഞ്ഞത്, ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു, ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ജോലി ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു മനോഭാവം, അങ്ങനത്തെ ഒരു ഔന്നത്യം നമുക്ക് ഇന്നത്തെ കാലത്ത് ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതാണ് ആ അഭിമുഖത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും മാറ്റി പറയാൻ വളരെ എളുപ്പമുള്ളൊരു കാലമായിരുന്നു അത്. TV ഒന്നും വളരെ അതിശക്തമായിട്ട് രംഗത്തില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ചാനലുകളുടെ പ്രളയം ഉണ്ടായിട്ടില്ല. മാറ്റി പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ മാറ്റി പറഞ്ഞില്ല. ഇപ്പോൾ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. എനിക്കൊരു ജാഗ്രത കുറവുണ്ടായി. ജേർണലിസ്റ്റിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ പറയുന്നത് എന്താ, വളച്ചൊടിച്ചു എന്ന് പറയും. ഇപ്പം TV കണ്ടാൽ തന്നെ വളച്ചൊടിച്ചു എന്ന് പറയുന്ന കാലമാണ്. അപ്പോൾ ആ കാലത്തെയും അതിന് ശേഷമുള്ള ഒരു ഈ അഭിമുഖങ്ങളുടെ കാലത്തെ ഒരു വ്യത്യാസം പറയാമോ? പലരും ഈ ആദ്യം പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായം പിന്നീട് പറയുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഞങ്ങൾ പറഞ്ഞത് അതായിരുന്നു, ആ സ്റ്റാൻഡ് ഇത് ഒന്നാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമില്ലേ? അതേപ്പറ്റി ഒന്ന് പറയാമോ? അത് TV വന്നതിന് ശേഷം അത് പഴയതുപോലെ എളുപ്പമല്ല. മുമ്പ് പറഞ്ഞതുപോലെ 2003 വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട് നമ്മൾ വീണ്ടും അത് എടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ TikTok അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഒക്കെ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രയാസമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് രസകരമായിട്ട് തോന്നിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇവർ ഒരു സമയത്തെടുത്ത നിലപാടിനെ വേറൊരു സമയത്ത് അവരുടെ നിലപാടുകൾ മാറ്റിയതിന് ശേഷം അത് ന്യായീകരിക്കുന്നതാണ്. ഏറ്റവും നല്ല ഉദാഹരണം ശശി തരൂരാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴേ അദ്ദേഹം അതിന് മുമ്പ്, കോൺഗ്രസ്സിൽ വരുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം എഴുതിയ ചില കാര്യങ്ങളുണ്ട്. ശശി തരൂർ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, കോൺഗ്രസ് നേതാക്കളൊക്കെ കതറിട്ട മാംസപിണ്ഡങ്ങളാണ് എന്നാണ് അദ്ദേഹം ഒരിക്കൽ എഴുതിയത്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും അവർ അർഹിക്കുന്നതാണ്
എന്നുള്ള മട്ടിൽ എഴുതിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾക്ക് യാതൊരു വിവരവുമില്ലാത്ത ഒരാളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ 40 വയസ്സ് മാത്രമുള്ള ഒരു പൈലറ്റിനെയാണോ പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കേണ്ടതെന്ന് അദ്ദേഹം അന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണ്. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ തന്നെയുണ്ട്. അപ്പം അതിനെയൊക്കെ അപ്പോൾ അന്ന് എഴുതിയതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശശി തരൂരിനെ പോലുള്ള ആളുകളുടെ സർഗാത്മകത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ശശി തരൂർ അത് പറയുന്നത് വളരെ രസകരമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി പറഞ്ഞാലും നമുക്ക് വലിയ വിഷമമൊന്നും തോന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്നത്തെ എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് അതായിരുന്നു. 2, ഞാൻ ചേർന്നത് 1975 കോൺഗ്രസ്സിലല്ല. ഞാൻ ചേർന്നത് 75 കോൺഗ്രസ്സിലല്ല എന്ന്. അതിനുശേഷം അദ്ദേഹം ഈ നിലപാടുകളിൽ വന്ന മാറ്റത്തെ അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം അപ്പോഴും ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, എന്നാൽ ഒരു കാര്യം ചെയ്യും, അതൊരു ചെറുപ്പക്കാരൻ്റെ അതിശോക്തിയാണെന്ന് കരുതിക്കോളൂ എന്നാണ് പറയുക. അപ്പോൾ അത് പറയുന്നതിൻ്റെ രീതിയാണ് ഏറ്റവും രസം. പിന്നെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പം ചില ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന മാർഗമൊക്കെ നമുക്ക് തന്നെ നമുക്കൊരു ഉത്തരമാണ് വേണ്ടത്. പക്ഷെ ആ ഉത്തരം കിട്ടിയില്ലെങ്കിലും നമ്മൾ സംതൃപ്തരാകുന്നത് പോലെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാലും MN വിജയൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നു, ഒരു സമുന്നതനായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നു എന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നു എന്ന ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴും അത് അദ്ദേഹം നൽകുന്ന ഒരു മറുപടി അതിനപ്പുറത്തേക്ക് വന്നിട്ട് ദേശാഭിമാനിയുടെ പത്രാധിപ സ്ഥാനത്ത് നിന്ന്, ദേശാഭിമാനി വാരികയുടെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നു. അപ്പോൾ മാറുന്ന കാര്യങ്ങൾ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് മാറിയതെന്ന് ചോദിക്കുമ്പം MN വിജയൻ പറയുന്നു, അത് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, അപ്പോൾ ഏത് തരത്തിലുള്ള വിഷമമായിരുന്നു അവിടെ ഉണ്ടായത്? അന്നേരം അദ്ദേഹം പറയുന്നതാണ്, അതൊരു നല്ല ചോദ്യമാണ്, പക്ഷേ നല്ല ചോദ്യങ്ങൾക്ക് ഞാൻ വഴങ്ങാറില്ല എന്നാണ് MN വിജയൻ്റെ ഉത്തരം. അതുപോലെ ഇപ്പോൾ ഈ നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കാര്യത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കുടുംബമൊക്കെ വളരെ വിഷമത്തിലായ ഒരവസ്ഥയിൽ പോലും ബാലേന്ദ്രൻ്റെ കാര്യം മാത്രം നോക്കി കവിതയൊക്കെ പാടി ഇങ്ങനെ നടക്കുന്നു. കുടുംബത്തെക്കുറിച്ചോ മകൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിജയലക്ഷ്മി എങ്ങനെ ജീവിക്കുന്നു അതൊന്നും യാതൊരു കൺസേണും ഇല്ലാതെ അന്ന് കിട്ടുന്ന അവാർഡുകൾ പോലും വാങ്ങില്ല. അവാർഡിന് പറഞ്ഞാൽ കുറച്ച് പൈസകൾ കിട്ടുന്നു. അപ്പോഴത് വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമായിരുന്നില്ലേ എന്ന്, അത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത് അത് തെറ്റാണ്, ഞാൻ ശരി മാത്രം ചെയ്യുന്ന ഒരാളല്ല എന്നാണ് ബാലേന്ദ്രൻ്റെ. തെറ്റാണ്, ഞാൻ ശരി മാത്രം ചെയ്യുന്ന ആളല്ല എന്നാണ്. അതങ്ങനെ ചില ഓരോരോ സമയത്തും ഇവരിതിങ്ങനെ ഈ പറയുന്നതിൻ്റെ രസം ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം തിലകൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഓർക്കുന്നുണ്ട്, തിലകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സങ്കല്പിക്കും. ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട് എനിക്ക്, അവരെല്ലാം എനിക്കെതിരെ ഒരു ഗൂഢാലോചനയിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ശത്രുക്കളാണ് ഒരുപാട് ശത്രുക്കൾ സങ്കല്പിച്ചുണ്ടാകുന്നത്. അപ്പോൾ ഈ സങ്കല്പിച്ചുണ്ടാക്കുന്ന ശത്രുക്കൾ എനിക്കെതിരെ നിരന്തരം ഒരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ വിശ്വസിക്കും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസമല്ലേ, വിചാരമല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, പക്ഷെ ഈ തിലകൻ ചേട്ടനെ കുറിച്ച് തന്നെ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ ചിന്തിച്ചു നോക്കുന്നുണ്ട്, ഇപ്പോൾ ആത്മോപദേശ ശതകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വായിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതിൽ നീ നിന്നെക്കുറിച്ച് ആലോചിക്കുക, നിന്നെക്കുറിച്ച് നീ തന്നെ പറയുന്നുണ്ട് അതിൽ എന്ന് അങ്ങനെ ഒരു വാചകമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ അവസാനം ഇൻ്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹത്തിന് കൈ കൊടുത്ത് പിരിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അപ്പോൾ ആത്മോപദേശക ശതകമൊക്കെ വായിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സംയമനമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് കരുതുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറയാം, അത് ഒക്കെ എനിക്ക് ഇപ്പം തന്നെ ഉണ്ട്, ഞാനത് വായിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന വാചകം എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ആളുകൾ പറയും, എല്ലാവരും പറയും ചോദ്യങ്ങളല്ല ശരിക്കും ഉത്തരങ്ങളാണ് ഒരു അഭിമുഖത്തെ എന്നും ഓർമ്മിക്കത്തക്കതാക്കിയിട്ട് മാറ്റുന്നത്. ജോണി, ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ മനോരമ ഹോർത്തൂസ് ചർച്ചയിൽ ശശി തരൂരിനെയും ഇൻ്റർവ്യൂ വീണ്ടും നിങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്നുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും കൂടുതലൊരു ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു അഭിമുഖമായിരുന്നത്. അതായത് ലൈവാണ്, മറ്റേ TV-യിൽ വരുന്നത് പോലെ റെക്കോർഡ് ചെയ്ത അഭിമുഖമല്ല, വേറൊന്ന് ഒരു സമയമില്ല, തത്സമയം ചെയ്യേണ്ടതാണ്
അപ്പോൾ ആ സമയത്ത് വളരെ രസകരമായ കുറച്ച് ചോദ്യങ്ങൾ ജോണി ചോദിച്ചിരുന്നല്ലോ. ഒന്ന് ബി ജെ പിയിലേക്കുള്ള ശശി തരൂരിന് BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് നടന്ന ചർച്ചകളുടെ കാര്യമാണ്. അതിനും വളരെ തന്മയത്വത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. ഇപ്പോൾ ജോണിയുടെ ഈ പുസ്തകത്തിലാണെങ്കിൽ നായകർ ഗായകർ എന്ന് മനോരമ ബുക്സ് ഇറക്കിയ പുസ്തകമാണ്. അതിൻ്റെ ഞാൻ വിചാരിച്ചത് അതിൻ്റെ പേരിട്ടത് ഞങ്ങളാണ്, മനോരമ ബുക്സ് ആണെന്നാണ്. ജോണി അത് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നായകർ ഗായകർ എന്നുള്ള പുസ്തകത്തിൻ്റെ പേരിൻ്റെ അവകാശവും കൂടെ ശ്രീ ജോണി ലൂക്കോസിന് തന്നെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില അഭിമുഖങ്ങൾ, അതിൽ ഏറ്റവും ഇപ്പോൾ ഒരു ഹൈലൈറ്റ് അഭിമുഖം എന്ന് പറയാവുന്നത് ഈ പുസ്തകം അദ്ദേഹം ഇപ്പോൾ വായനക്കാർക്ക് കയ്യൊപ്പിട്ട് നൽകുകൂടി ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. മനോരമ ബുക്ക് സ്റ്റാളിൽ അത് ലഭ്യമാണ്. അതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന അഭിമുഖം ഏതായിരിക്കാം? എനിക്ക് ഒറ്റനോട്ടത്തിൽ എനിക്ക് തോന്നിയത് അമിതാഭ് ബച്ചൻ്റെതാണെന്നാണ്. അല്ല, ഇതിൽ അമിതാഭ് ബച്ചൻ്റെ അഭിമുഖവും ഇതിലുള്ളതെല്ലാം ശരിക്കും യുണീക്കായിട്ടുള്ള അഭിമുഖങ്ങളാണ്. അപ്പോൾ യേശുദാസ് ആണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും കമൽഹാസനാണെങ്കിലും അതുപോലെ ജഗതി ശ്രീകുമാർ, മമ്മൂട്ടി, മോഹൻലാൽ, ചിത്ര, ഇതെല്ലാം വളരെ യുണീക്കായിട്ടുള്ള ഇതുമാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു അഭിമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശോഭനയുടേത്. തിരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഞാനും അത് എൻജോയ് ചെയ്തു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എനിക്ക് വിഷമമുണ്ടാക്കിയ ഒരു അഭിമുഖം എന്ന് പറയുന്നത് യേശുദാസുമായിട്ടുള്ള അഭിമുഖമാണ്. അതിൽ മറ്റൊന്നും കൊണ്ടുമല്ല, യേശുദാസ് നമ്മുടെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് പോലെ അതുപോലത്തെ ഒരു പ്രസൻസാണ്, ഒരു സാന്നിധ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴുള്ളതല്ല, വളരെ നല്ല അടുത്ത പരിചയം ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം സാധാരണ ഇൻ്റർവ്യൂവിന് തരാൻ വളരെ മടിയായിരുന്നു. അവസാനം സമ്മതിച്ച അങ്ങനെ നമ്മൾ നല്ല അടുപ്പമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ. പക്ഷെ അദ്ദേഹത്തിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഏത് വർഷം ചെയ്തായിരുന്നു നമ്മൾ അത് 5-10 വർഷത്തോളമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു വരുമ്പം അദ്ദേഹത്തിന് നല്ല ഹിസ്ട്രിയോണിക് ടാലൻ്റ് ഉള്ള ഒരാളാണ്. വേണമെങ്കിൽ മറ്റൊരാളുടെ ശബ്ദത്തിൽ നല്ലപോലെ അനുകരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ അന്നേരം ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ ദാസേട്ടൻ്റെ പിന്നെ ഏറ്റവും മനോഹരമായ ശബ്ദമുണ്ടായിരുന്ന ആ കാലത്ത് അല്ലെങ്കിൽ 80കളിൽ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ എന്നോട് ചോദിക്കും, ഓ അത് ശരി, അപ്പോൾ ഇപ്പോഴത്തെ ശബ്ദം അത് അങ്ങനെയല്ല എന്നല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താളം തെറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എഡിറ്റഡ് ഇൻ്റർവ്യൂവിനകത്ത് അത് വരുന്നില്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, അപ്പം നീ അങ്ങനെയല്ലേ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഈ ദാസേട്ടൻ്റെ ശബ്ദം എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായതുകൊണ്ട് വേറൊരു ഗായകൻ വളർന്നു വന്നില്ല. വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ വേറൊരു വൃക്ഷം വളരാത്തതുപോലെ. അപ്പോൾ അതിന് ഞാനാണോ ഉത്തരവാദി എന്നുള്ള മട്ടിൽ അദ്ദേഹം തർക്കുത്തരങ്ങൾ ചോദിക്കുമായിരുന്നു. മൂളിപ്പാട്ടിന്റെ കാര്യം, കുളിമുറിപ്പാട്ടിന്റെ കാര്യം, അത് തന്നെ കുളിമുറിപ്പാട്ടിൽ അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം നമ്മളൊക്കെ എല്ലാവരും കുളിമുറിയിൽ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ് നമ്മുടെ മനസ്സിൽ വരിക, അല്ല നമ്മുടെ ചുണ്ടിൽ വരിക. അപ്പം ദാസേട്ടൻ കുളിക്കാൻ കയറുമ്പം ഏത് പാട്ടാണ് ഈ ചുണ്ടിൽ വരിക എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ കുളിമുറി കയറുന്നത് കുളിക്കാനാണ്, പാടാനല്ല, അത് കുളിച്ചിട്ടിങ്ങി പോരും എന്നാണ് ദാസേട്ടൻ്റെ മറുപടി. അപ്പോൾ അതെനിക്ക് കുറച്ചൊരു ഞാൻ എൻജോയ് ചെയ്തു. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ തർക്കുത്തരങ്ങൾ കൊണ്ട് വളരെ അല്പം വിഷമമുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ജയചന്ദ്രനാണെങ്കിൽ വേറൊരു തരം മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ഈ ലോകത്തെ അല്ല എന്നുള്ള മട്ടിൽ എന്നാൽ വളരെ നല്ല ഭാവമാണ്. അപ്പം കുറച്ചൊക്കെ അദ്ദേഹത്തെ ഈ മൂഡിലേക്ക് കൊണ്ടുവരാൻ കുറേ വിഷമിച്ചു. അപ്പോൾ ഒരുപക്ഷെ പഴയ പാട്ടുകൾ, അദ്ദേഹം പാടിയ പാട്ടുകളും ഒക്കെ ഞാനും കൂടെ കൂടിയിരുന്ന് പാടി അദ്ദേഹത്തെ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് സംസാരിക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കാനായിട്ട് വിമുഖനാണ്. പക്ഷെ സംസാരിച്ച് തുടങ്ങിയാൽ വളരെ നന്നായിട്ട് നല്ല രസകരമായിട്ട് സംസാരിക്കുന്ന നല്ല ഓർമ്മശക്തിയാണ്. യേശുദാസിനേക്കാളൊക്കെ ഭയങ്കരമായ ഓർമ്മശക്തിയും മറ്റുള്ളവരുടെ പാട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനൊക്കെ ഇഷ്ടമുള്ള ഒരാളുമാണ്. അമിതാഭ് ബച്ചൻ്റെ കാര്യത്തിൽ അമിതാഭ് ബച്ചൻ്റെ മുമ്പ് ഞാൻ ആരും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മറ്റെല്ലാ ആളുകളുമായിട്ട് എനിക്ക് ഇത്രയും വർഷത്തെ മാധ്യമ പ്രവർത്തനം കൊണ്ട് പരിചയമുള്ളൂ. അമിതാഭ് ബച്ചൻ്റെ കാര്യം പറയുമ്പോൾ വേണം ജോൺ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചോട്ടെ. അതായത് ഈ അന്ന് മനോരമ കോൺക്ലേവിൽ പങ്കെടുക്കാനായിരുന്നു അമിതാഭ് ബച്ചൻ വരുന്നത്. നമ്മൾ ഇന്റർവ്യൂ ഫിക്സ് ചെയ്ത് ന്യൂസ് മേക്കർ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അമിതാഭ് ബച്ചനോട് നേരത്തെ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പറഞ്ഞ് തയ്യാറെടുപ്പ് നടത്തി വെച്ചിട്ടുണ്ട്. പുള്ളി ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് അമിതാഭ് ബച്ചൻ പെട്ടെന്ന് കയറി വരുന്നു അല്ലേ. എന്നിട്ട് ഹൂയിസ് ജോണി ലൂക്കോസ് എന്ന് ചോദിക്കുന്നു. പെട്ടെന്നൊരു നിമിഷം. അല്ല, നമുക്ക് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആളുകളാണെങ്കിലും ഇപ്പം ഈ നേരെ ചൊവ്വേ തന്നെ ഒരു 750ഓളം എപ്പിസോഡ് പോയി.
രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും ഗായകരായാലും എല്ലാവരും എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളുകൾ തന്നെയാണ്. ഏതാണ്ട് എല്ലാവരും എന്ന് പറയാം. കാരണം അത്രയും കാലമായിട്ട് ഞാൻ ഇവരോടൊക്കെ ഇടപഴകി ജീവിക്കുന്നുണ്ട്. പക്ഷേ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരും അല്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു റീജിയണൽ ചാനലിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പോലും അത്യപൂർവമാണ്. അതങ്ങനെ നേരത്തെ ഇങ്ങനെ ഇമെയിലൊക്കെ വഴി ബന്ധപ്പെട്ടത് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അന്നത്തെ ഫ്ലൈറ്റ് കുറേ താമസിച്ചു പോയി. അപ്പം വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അദ്ദേഹം ഉടൻ തന്നെ നേരെ നമുക്കൊന്ന് അങ്ങ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹോട്ടൽ മുറിയിലേക്ക് വരികയായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടില്ല. ഒന്ന് ഉച്ച കഴിഞ്ഞ് ഫംഗ്ഷൻ നടത്തണം, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. അമിതാഭ് ബച്ചനെ പോലെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ പിന്നെ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ അല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചെറിയ ഇൻഹിബിഷനും ഉണ്ടാവും നമുക്ക്. ഇതെല്ലാം കൂടെ വെച്ച് ഇതിൻ്റെ ഈ ടെൻഷനിൽ നിൽക്കുക. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് നിന്നിട്ട് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ടിട്ട് അത് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരനായിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ എനിക്കിതൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ വെറുതെ തമാശ ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതേ ഉടനെ തന്നെ അവിടെ മേക്കപ്പ് മാൻ്റെ അടുത്ത് പോയി കണ്ണാടിയൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് തൊട്ട് ഒന്ന് ടച്ച് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ഇരിക്കുന്നു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ കംഫർട്ടബിൾ ആക്കാനായിട്ടാണ് അദ്ദേഹം നോക്കുക. ഇപ്പം ഞാൻ പൊതുവെ പറയാറുണ്ട്, ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബലാത്കാരമൊന്നുമല്ല. അത് രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അടിസ്ഥാനപരമായിട്ട്. അത് പ്രണയം പോലെയാണെന്ന് പറയാറുണ്ട്. പ്രണയം പോലെ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് സമ്മതിക്കണം, എന്നാലാണ് അത് നടക്കുക. മാർക്കേസ് പറയും അത് പ്രണയം പോലെയാണ്, രണ്ടുപേര് സമ്മതിച്ചാലേ നടക്കുകയുള്ളൂ. അതുപോലെ അല്ലെങ്കിൽ അത് ചോദ്യവും ഉത്തരവുമായിട്ട് നിൽക്കും. ഈ പ്രണയമില്ലെങ്കിലും കുട്ടികളുണ്ടാവും, പക്ഷേ അതേക്കുറിച്ചൊരു നല്ല സ്മരണ ഉണ്ടാവില്ല എന്നാണ് ശരിക്കും മാർക്കേസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമുഖം എന്ന് പറഞ്ഞാൽ ഉണ്ടായാൽ മാത്രം പോരാ, നല്ലൊരു സ്മരണയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അമിതാഭ് ബച്ചൻ്റെ എനിക്ക് ഏറ്റവും ആകർഷിച്ചൊരു കാര്യം, അദ്ദേഹം വന്നിട്ട് എന്നോട് പറയാണ്, ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചോദ്യം ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന് ഞാൻ പറയില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കാതെ നിങ്ങൾക്ക് വരാൻ കഴിയില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ്. മുൻകൂർ ഒരു ചോദ്യം ചോദിച്ചു യാതൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ചില ആളുകളുടെ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സും അവരുടെ വിനയം, ഇപ്പം കമലഹാസനാണെങ്കിലും വിക്രമാണെങ്കിലും അവരുടെയൊക്കെ ആ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു എത്തിക്സും ഇടപെടലും ഒക്കെ നമ്മൾ വല്ലാതെ, ഇപ്പം ജയപ്രദയെ പോലെ ഒരാൾ, അവരൊക്കെ നമ്മളെ ശരിക്കും എത്ര നന്നായിട്ടാണ് അവരൊക്കെ ഇടപെടുന്നതെന്നുള്ളത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അമിതാഭ് ബച്ചനാണ് ശരിക്കും എന്നെ കംഫർട്ടബിൾ ആക്കിയതെന്ന് പറയാം, എന്ത് വേണമെങ്കിലും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും വലിയ ആളെന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷേ ഞാൻ പാപ്പരായപ്പോഴാണ് എൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് മോശമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ രാഷ്ട്രീയത്തിൽ പാളിച്ച വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിപ്രായം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന്. സിനിമയിൽ എനിക്ക് പിഴച്ചപ്പോഴാണ് അത് തെറ്റായ രീതിയിലാണ് പോകുന്നത് മനസ്സിലായത്. അപ്പം ഓരോ സമയത്തും പുള്ളി എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്, എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്നത്, അങ്ങനത്തെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജസ് പലതിലും ഉണ്ട്. ജോണി ഓർക്കുന്നുണ്ട്, മറ്റേ ആ സമയത്ത് അമിതാഭ് ബച്ചനെതിരെ MP ആയി കഴിഞ്ഞിട്ട് പാർലമെന്റിൽ പോലും പോകുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല, ലോക്സഭയിൽ കയറുന്നില്ല എന്നൊക്കെ വലിയ ആരോപണം വന്നിട്ടപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. വീക്കിന്റെ ഒരു കവർ സ്റ്റോറി ഇതായിരുന്നു അമിതാഭ് ബച്ചന്റെ ഒരു ഇന്റർവ്യൂ. Why single me out, judge me after 5 years. ABCL എന്ന് പറയുന്ന കമ്പനി തന്നെ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും പിന്നെ അദ്ദേഹം ഈ 9 crore എന്ന് പറയുന്നത് അത് ചെയ്ത് അങ്ങനെയാണല്ലോ അദ്ദേഹം റീബിൽഡ് ചെയ്തത്. അതൊരു വലിയ സ്റ്റോറിയാണ്. പക്ഷെ അതൊന്നും പറയുന്നതിനും അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഇല്ലെന്ന്. ഇപ്പം ഞാൻ ചിലപ്പം കണ്ടിട്ടുണ്ട് ചില ആളുകളൊക്കെ ഈ വളരെ താഴ്ന്ന നിലയിൽ നിന്ന്, ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച്, എന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു IAS കിട്ടുന്നു, അവരൊരു നല്ല നിലയിലേക്ക് ഉയർന്നു വരുന്നു. അപ്പം ഞാൻ കാണുന്നത് അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ക്വാളിറ്റി ആയിട്ടും കാണുന്നത് അവരങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഭയങ്കരമായി കൂടുതലൊരു സ്നേഹമാണ്. പക്ഷെ പല ആളുകളും അത്തരം കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷെ ഇവർക്കൊന്നും അങ്ങനെയല്ല. ഇവർക്ക് പറ്റിയ തെറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും, ഇപ്പോൾ കമലഹാസനാണേലും ഒക്കെ അങ്ങനെയാണ്. സത്യത്തിൽ നമ്മൾ മലയാളികൾക്ക് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം ഒരു ഔന്നത്യത്തിൽ നിൽക്കുന്ന, പ്രഭയിൽ നിൽക്കുന്ന ഒരാളിനെ കുറിച്ചില്ല, അവൻ എന്തെങ്കിലും ഒരു അക്കടി വരുന്നത് കൂടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ വിജയത്തിൻ്റെ ഗാഥയൊന്നും കേൾക്കാൻ ആളുകൾ അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ആളുകൾക്കൊരു തട്ടുകേട് പറ്റി തകർന്നു പോയാൽ അതിനെപ്പറ്റി കേൾക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. പക്ഷേ ഈ പറഞ്ഞതൊരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിയിട്ട് അവിടുന്ന് തകർന്ന് വീണത് ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ദുർബലനായ ഒരു മനുഷ്യനാണ് എന്ന് സമ്മതിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പം ജോണി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഇപ്പം ഒരു പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്ത ഒരു വലിയ നൊസ്റ്റാൾജിയ ജോണിക്കുണ്ടല്ലോ.
അപ്പോൾ ഇതിൽ നമ്മൾ അതിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് EK നായനാരെ ഏറ്റവും അധികം ഇൻ്റർവ്യൂ ചെയ്തത്, ഏറ്റവും ശ്രദ്ധേയമായ ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുള്ളത് ജോണിയാണ് പത്രത്തിന് വേണ്ടി. K കരുണാകരനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, C അച്യുതമേനോൻ, VS, ഇങ്ങനെ ഒട്ടേറെ അഭിമുഖങ്ങൾ. മാത്രമല്ല പലപ്പോഴും പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജോണി നടത്തിയ അഭിമുഖങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകം എനിക്ക് തോന്നുന്നുള്ളത് കരുണാകരനുമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ വേണ്ടി. കരുണാകരന് ഒരുപാട് അഭിമുഖങ്ങൾ എടുത്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് ഒരു രസികത്വം ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ യാത്ര ചെയ്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലായിരിക്കും. പിന്നെ ബേസിക്കലി അദ്ദേഹത്തിന് ഒരു രസികത്വമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു വലിയ ഇഷ്ടമാണ്. നായനാർക്കും ഉണ്ട് അത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തോടൊന്നും പൂർണ്ണമായിട്ടൊന്നും യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ആ ഒരു രീതി ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ VM സുധീരനെ 91 VM സുധീരനെ മന്ത്രിസഭയിൽ അദ്ദേഹം എടുക്കുന്നില്ല. അപ്പോൾ AK ആന്റണി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അദ്ദേഹത്തെ VM സുധീരനെ എടുക്കണം എന്നും പറഞ്ഞ് നിർബന്ധം, എടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അദ്ദേഹത്തെ എടുത്തില്ല. അപ്പോൾ ആ സമയത്ത് VM സുധീരന് എല്ലായിടത്തും സ്വീകരണമാണ്, A ഗ്രൂപ്പിൻ്റെ ഒക്കെ വകയായിട്ട്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം ധീര വീര VM സുധീര, വീരതയോടെ നയിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂവിനകത്ത് കരുണാകരനോട്, ലീഡറോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ എല്ലാവരും ഇങ്ങനെ ലീഡർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അവരുടെ ഇഷ്ടമല്ലേ, വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചില ആളുകൾ ആരാധ്യനായ ലീഡർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അവരെക്കുറിച്ച് എന്താ തോന്നുന്നത്? അപ്പം എന്നോട് ചോദിച്ചത്, ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്ന് നിർത്തിയിട്ട് എന്നോട് പറയാ, എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷെ ധീര വീര എന്ന് മാത്രം വിളിക്കരുത്. ഒറ്റടിയാണ് അത് നേരെ സുധീരിലേക്ക്. അപ്പൊ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള രസങ്ങൾ. ഇപ്പം നായനാരുടെ ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. 75 വയസ്സായപ്പോഴത്തേക്കും നായനാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പം നായനാരുടെ വീട്ടിലാണ്. അപ്പം നായനാരുടെ വൈഫും ഉണ്ട്. അപ്പം ഇങ്ങനെ ചില കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുമല്ലോ നമ്മൾ. ഞാൻ ശാരദ ടീച്ചറും ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ചോദിക്കും, ശാരദ ടീച്ചറിനെ കൂടെ വിളിക്കാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയെ കൊണ്ട് എനക്കെന്നാടോ കാര്യം എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഒരു അടുപ്പം കൊണ്ട് വരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് ജില്ലാ സെക്രട്ടറിമാർക്ക് കാറും ഒന്നുമില്ല. ജില്ലാ സെക്രട്ടറിമാർക്ക് ചിലപ്പോൾ രാത്രിയിൽ ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന പറഞ്ഞാൽ വലിയൊരു ഡെസ്കിൻ്റെ മുകളിൽ കിടന്നൊക്കെ ഉറക്കം. കല്യാശ്ശേരിയിലേക്കൊക്കെ ചിലപ്പോൾ മാസത്തിൽ ഒന്നൊക്കെ പോവുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ ഇവിടെ ഇവിടെ കിടക്കുന്നത്, ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഞാനിങ്ങനെ ഉറങ്ങുകയല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു, അല്ല അപ്പോൾ ഈ പിന്നെ ആ സമയത്തും ഈ പറയുന്ന വികാരവും വിചാരവും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ എന്നോട് പറയാ, എടാ അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 4 പിള്ളേരുണ്ടായത്, നിനക്ക് എൻ്റെ വികാരം കാണണോ എന്ന് ചോദിക്കണം. അപ്പോൾ ശാരദ ടീച്ചർ ഒറ്റ പോക്കാണ്. അപ്പം അങ്ങനത്തെ ഒരു രസികത്വം ഉള്ള ആളുകളായിരുന്നു ഇവർ. കരുണാകരൻ്റെ ഇൻ്റർവ്യൂവിൽ കരുണാകരൻ NCP നിൽക്കുന്ന DIC ഒക്കെ കഴിഞ്ഞ് NCP നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒറ്റയ്ക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ലീഡർ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ബാക്കിയുള്ളവരെ മുഴുവൻ വിമർശിച്ച് പോകുന്നതുകൊണ്ടാണ്. അതേസമയം എനിക്കും ചില തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളെക്കുറിച്ചുള്ള എൻ്റെ കരുതൽ കൂടിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറോടുള്ള എല്ലാ വിഷമവും മാറിയിട്ട് ഈ ആളുകളെല്ലാം ലീഡറുടെ ആളുകളാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സ്വയം പിന്നെ ന്യായീകരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ അത് ശരിയാവില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ലീഡർക്ക് തെറ്റുപറ്റാൻ പാടില്ല. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കേണ്ട ആളാണ്. അപ്പൊ ലീഡർക്ക് തെറ്റുപറ്റി, ലീഡർ തന്നെ പറയുന്നതാണ്. ലീഡർ പറയാം. കരുണാകരൻജി എന്നോട് പറയാം പേഴ്സണൽ ഇന്റർവ്യൂവിന് മുമ്പ്. അപ്പൊ ലീഡർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുയായികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ലീഡർക്ക് അങ്ങനെ തെറ്റുപറ്റാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. ലീഡർക്ക് ഒരു തെറ്റുപറ്റിയെന്ന് ലീഡർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ആ നിമിഷം ഈ അനുയായികൾക്ക് എന്തെങ്കിലും ഇദ്ദേഹത്തോടൊരു നീരസം ഉണ്ടെങ്കിൽ, ഒരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അത് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഒന്നും പറയില്ല എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പം കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് കോൺഗ്രസിൻ്റെ പതാക പൊതിച്ച് തന്നെ മരിക്കണം, എനിക്ക് NCP ഞാൻ ഒരു NCPയുടെ ഏറ്റവും വലിയ ആളാണ്, NCPയിൽ ഞാൻ ഒരു അംഗത്വം പോലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞോടുകൂടി അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ സംഭവം നേരെ ചുവടെ ഇന്റർവ്യൂവിലാണ് വരുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ രൂപം മാറി. പിറ്റേ ദിവസം തന്നെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ് എന്ന് പറഞ്ഞാൽ ഈ അഭിമുഖത്തിലൂടെയായിരുന്നു. അതാണ് കരുണാകരന്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നും
ഇവിടെ പത്രപ്രവർത്തനത്തിൽ നിൽക്കുന്ന സമയത്തും, പത്രപ്രവർത്തനം ഞാൻ പറയുമ്പോൾ അച്ചടി മാധ്യമത്തിൽ നിൽക്കുന്ന സമയത്തും അതിന് ശേഷവും ജോണി ഇന്റർവ്യൂ ചെയ്യാത്ത ഒരാൾ എ.കെ. ആന്റണി ആയിരിക്കും അല്ലേ? ചെയ്തിട്ടുണ്ട്. എ.കെ. ആന്റണി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പലതവണ. അതായത് നേരെ ചൊവ്വേ നേരെ ചൊവ്വയിലും വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരത്തില്ല. ഒരു ഇലക്ഷന്റെ സമയത്തൊക്കെ ആയിരിക്കും. അപ്പൊ അന്നേരം അന്ന് നിൽക്കുന്ന ഈ ഇലക്ഷൻ ഇഷ്യൂസ്, കണ്ടീഷണൽ ഇന്റർവ്യൂ, രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ പറയുക. അപ്പം വ്യക്തിപരമായിട്ടുള്ള സംഗതികൾ വളരെ കുറവാണ്. പക്ഷേ എക്കെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമാണ്. പിന്നെ വേറൊരു രസം പറഞ്ഞാൽ നമ്മൾ അച്യുതമേനോൻ്റെ ഒരു കാര്യം ഞാൻ ഓർക്കും. ഈ ആളുകളുടെ മനസ്സൊക്കെ എങ്ങനെയാണ് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ അമേരിക്കയിലെ ഈ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് ഈ വാർത്തയുടെ മ്യൂസിയമാണത്. മ്യൂസിയം എന്നാണ് പേര്, ഈ വാഷിങ്ടണിലെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ അമേരിക്കയിലൊക്കെ ഈ ഫോറൻസിക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പോൾ വലിയ വലിയ കുറ്റവാളികളെയൊക്കെ കുറ്റവാളികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ആ കുറ്റകൃത്യം ചെയ്തത്, അവരുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അവർ രേഖപ്പെടുത്തും. ഫോറൻസിക് ഇൻ്റർവ്യൂ കൂടെ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് അതൊരു ശരിക്കും ഒരു പഠന മെറ്റീരിയലാണ്. ഈ എങ്ങനെയാണ് അവരുടെ കുറ്റകൃത്യം, അവരുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സമാനമായിട്ടുള്ള ഒരു കാര്യം വരുമ്പം അവരിത് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അന്ന് ഞാൻ അവിടെ കണ്ട ഒരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, സദാം ഹുസൈന് എഴുതിയൊരു കവിതയായിരുന്നു. ആ കവിത അവിടെ വെച്ചിട്ടുണ്ട്. സദാം ഹുസൈൻ എഴുതിയ കവിത ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ FBI-യുടെ, അതായത് അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പിന്നെ ഒരു ഓഫീസർക്കാണ് കവിത എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സദാം ഹുസൈൻ പിടിക്കപ്പെട്ടതിന് ശേഷം സദാം ഹുസൈൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ അവിടെ തടവറയിൽ ഈ FBI-യുടെ ആളാണ്. ജോർജ് പൈറോ എന്നാണ് പേര്. അപ്പോൾ ആ ജോർജ് പൈറോയ്ക്ക് ഇദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സദാം ഹുസൈൻ്റെ ജന്മദിനത്തിലൊക്കെ ഈ ജോർജ് പൈറോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുക്കീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കി സദാം ഹുസൈന് കൊണ്ട് കൊടുക്കും. അപ്പം ആ ഒരു സ്നേഹം ഇവർ തമ്മിൽ രൂപപ്പെട്ടു ആർക്കണോ, അമേരിക്കയിലെ FBI-യും ഈ സദാം ഹുസൈനും തമ്മിലാണെന്ന് ഓർക്കണം അതിൻ്റെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ബന്ധത്തിൽ വെച്ചിട്ട് സദാം ഹുസൈൻ അദ്ദേഹത്തിന് എഴുതിയ ഒരു കവിത. വേറെ ഒരു കാര്യമുണ്ട്, ജോൺ ഗേസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ക്രിമിനലുണ്ട്, ഭയങ്കര വലിയ ക്രിമിനൽ, സീരിയൽ കില്ലറാണ്. ആ സീരിയൽ കില്ലറുടെ ഏറ്റവും വലിയ ഇഷ്ടപ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൗണിൻ്റെ വേഷം ഇട്ടിട്ട് കുട്ടികളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ ഒരു സീരിയൽ കില്ലറുമാണ്. ഇത് രണ്ടും ഒരേ മനുഷ്യരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓരോ സമയത്തും അതിൻ്റെ ഒരു പക്ഷേ അവരായിരിക്കുന്നത് തന്നെ നമ്മൾ കാണുന്നതായിരിക്കത്തില്ല. രണ്ട് മൂഡ് മാറുമ്പോഴത്തേക്ക് മാറുമായിരിക്കും, വേറൊരു മനുഷ്യനാവാൻ കഴിയായിരിക്കും. ഒരു പക്ഷേ ഒരു 70-30 ബ്ലാക്കും വൈറ്റും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു എന്നല്ലാതെ. ഇപ്പോൾ ജോണി കയറി വന്നപ്പോൾ നമ്മുടെ ബുക്ക് സ്റ്റോളിൽ നിന്ന് കുട്ടികളെടുത്ത് കാണിച്ച ഒരു പുസ്തകമല്ലേ ഉറക്ക പിശാച് എന്ന് പറയുന്നത്, അത് ഇതുപോലെയാണ്. ഡ്യുവൽ പേഴ്സണാലിറ്റി, തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, തളർന്നു കിടക്കുന്നയാൾ അറിയാതെ മറ്റൊരു മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്ന അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ ഇതുപോലുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇതിൽ പിന്നെ നമ്മൾ സംസാരിച്ചതിൽ പറയാതെ പോയതൊന്ന് VS-നെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. VS-ൻ്റെ ഇൻ്റർവ്യൂവും ജോണിയുടെ വളരെ ശ്രദ്ധേയമായ ഒന്നിലേറെ ഇൻ്റർവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഓർമ്മയോടെ ഒന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രമുഖരെ ഒന്ന് കവർ ചെയ്ത് പോകും. ഞാൻ പുസ്തകത്തെക്കുറിച്ച് സമയം അവശേഷിക്കുന്നെങ്കിൽ എന്തെങ്കിലും 1-2 ചോദ്യം കൂടെ ചോദിക്കാം. VS-ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അത്ര പിന്നെ എളുപ്പമല്ല. പക്ഷേ VS എപ്പോഴും എന്നോടൊരു സ്നേഹം കാണിച്ചിട്ടുണ്ട്. എനിക്കതൊരു വലിയ പ്രശ്നം വന്നിട്ടില്ല. ചിലപ്പോൾ ഇദ്ദേഹം ഭയങ്കര സ്റ്റാലിനിസ്റ്റ് ആണ് എന്നൊക്കെ പറയുകയും, പക്ഷേ ഈ VS-ന് നമ്മൾ പുറത്ത് കാണുന്നതിനപ്പുറം VS-നോട് എനിക്കുണ്ടായിരുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ടൈലറായി കർഷകരുടെ ഒരു സ്വന്തം ഒരു കാർഷികമായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ അങ്ങനെ ഒന്നും യാതൊരു പിൻബലവും ഇല്ലാതെ ഉയർന്നു വന്ന ഒരാളാണ്. അപ്പം നായനാരെ കുറിച്ചൊന്നും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും അദ്ദേഹം ഇപ്പം ഞാൻ മനോരമയിൽ നിന്നായതുകൊണ്ട് അങ്ങനെ അത് ശരി, എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നീ മനോരമ ആയതുകൊണ്ടല്ലേ അങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൺഫ്രണ്ട് ചെയ്യും. പക്ഷെ അത് ആ ഒരു വ്യക്തിപരമായിട്ടൊരു അടുപ്പം ഉള്ളതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് ഒരു പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ ചില സമയത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ സ്റ്റാലിനിസ്റ്റ് ആണെന്നുള്ള വിളിയെക്കുറിച്ച്, ഇപ്പോൾ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ അത്ര മോശം ആളൊന്നുമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടായിരിക്കുക സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ളിൽ നല്ല സ്നേഹവും ഒക്കെയുള്ള നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തുള്ള ഒരു VS ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലിവിഷനിലും പത്രത്തിലുമായിട്ട് ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഒരു അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട്
ആനന്ദിൻ്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇൻ്റർവ്യൂ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ശരിയാവില്ല, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ തന്നു എന്ന് പറഞ്ഞത് ശരിയാവില്ല, അതുകൊണ്ട് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആനന്ദ് ആദ്യകാലത്ത് ഞാൻ ഡൽഹി പോയിട്ട് മനോരമയ്ക്ക് വേണ്ടി എടുത്ത വലിയൊരു കവർ ഫീച്ചറായിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോദ്യ ഉത്തരവുമായിട്ട് ഞാൻ എഴുതില്ല, ഞാൻ എൻ്റെ ഒരു ഇമ്പ്രഷൻ പോലെ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ ആ ബീസിൻ്റെ ഇൻ്റർവ്യൂ എഴുതുന്നതും ആനന്ദിൻ്റെ ഇൻ്റർവ്യൂ എഴുതുന്നതും. പക്ഷേ അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി എടുക്കുന്നതിനോട് നമ്മൾ കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി, നമ്മളതിൽ അർപ്പിക്കുന്ന ഒരു ആത്മാർത്ഥത, അതിനകത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു വൈഭവം, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട്. ഇപ്പോൾ ONV ഒന്നും ആദ്യം അടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം സുകുമാർ അഴീക്കോടിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് എന്താണ് ഒരു അഴീക്കോടിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എനിക്കറിയാം. ONV അഴീക്കോട് സാഹിത്യകാരന്മാർ ഒരു അതിൻ്റെ ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നല്ലോ, എന്താ അഴീക്കോടിൻ്റെ പ്രസംഗത്തിൻ്റെയാണോ? പ്രസംഗത്തിൻ്റെ കുറിച്ചിട്ട്. അപ്പം ആ ഒരു ഫീച്ചർ എഴുതിയ ആളെന്നുള്ള നിലയിൽ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ONVയുടെ അടുത്ത് ആദ്യം കാണുമ്പോൾ. അന്ന് കുറച്ച് മനോരമയോടൊക്കെ അല്പം പിണങ്ങി നിൽക്കണം. ജോണി സുമാർ അഴീക്കോട് മാഷിനോട് ചോദിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, ഒരിക്കലും അഴീക്കോട് മാഷ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം ജോണി ചോദിച്ചു, അതായത് മാഷ് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ വളരെ പ്രശസ്തനായിട്ട് ഇറങ്ങി VIP ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുകയും പ്രസംഗിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നയാള് അമേരിക്കയിൽ ചെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ആരും അറിയാത്ത ഒരാളായി നടന്നപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ചില അഴീക്കോട് സാറിൻ്റെ ഒക്കെ ചിലപ്പോൾ നല്ല, ഞങ്ങളവിടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പാചകക്കാരനുണ്ട്, അപ്പം മീൻ കറി വെക്കണം എന്ന് പറഞ്ഞു. ഇന്ന് എന്താണ് കൂട്ടാനെന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് ഉച്ചയ്ക്ക് ആ സമയത്ത് ഞാനവിടെ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പം ഇന്ന് കൂട്ടാൻ എന്താണ്, ഇന്ന് മീൻ കൂട്ടാനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ മരുമനാർ വന്ന് പറഞ്ഞു ഇന്ന് മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, അപ്പം ഇന്ന് പിന്നെ എന്ത് കൂട്ടുമെന്ന് ചോദിച്ചാൽ, അല്ല എന്ത് കൂട്ടാൻ വെക്കുമെന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് അഴീക്കോട് സാർ പറയുകയാണ് വേണ്ടെന്ന് വെക്കും. എന്ത് വെക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ടെന്ന് വെക്കും എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഈ അത് എന്താണ്, വിശ്വവിഖ്യാതമായ നാക്ക് എന്നായിരുന്നു ആ ഫീച്ചറിൻ്റെ പേര്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള ബഷീറിൻ്റെ ഇത് വെച്ചിട്ട് വിശ്വവിഖ്യാതമായ നാക്ക് എന്ന്. അപ്പം അതിൻ്റെ എഴുതി, അതുകൊണ്ടാണ് പിന്നെ ONVയുടെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ അപ്പോൾ ചിലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെയുള്ള കവികൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ ഒരു ഭയവും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ONV സാറ് പറയും ഇങ്ങനെ ആളുകൾ ഈ കാണുമ്പം ഒരു സമയത്ത് നമ്മൾ സൂര്യൻ ഇവിടെ ഉദിച്ചു നിൽക്കുമ്പം ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഈ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന മുഖങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഒരു ഇരുട്ടിൻ്റെ ഒരു അവതാരമുണ്ട് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ആളുകളോട് അധികം അടുക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് വേറൊരു മുഖം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന പിന്നെ സമയങ്ങളിൽ നല്ല ഒന്നാന്തരമായിട്ട് സാഹിത്യകാരന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അവരുടെ ശബ്ദത്തിൽ തന്നെ ONV. പക്ഷെ അത് അദ്ദേഹത്തിന് അത്ര അടുപ്പുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ അതല്ലെങ്കിൽ എന്ത് ഗൗരവക്കാരനാണല്ലോ, ശരിക്കും പോലും ചെയ്യല്ല. അങ്ങനെ എല്ലാവരും അടുപ്പിക്കുന്നു. ജോണിക്ക് കാണാൻ പറ്റാത്ത വശത്ത് നിന്നുകൊണ്ട് സംഘാടകർ സമയം കഴിഞ്ഞു എന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. എങ്കിലും ഇവിടെ അയ്യപ്പ പണിക്കർ സാറ് പണ്ട് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, ഇപ്പം ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനും ന്യൂയോർക്കുമായുള്ള അകലം പുതിയൊരു വിമാനം വന്നപ്പോൾ പെട്ടെന്ന് സേവ് ചെയ്തു 3 മണിക്കൂർ. എന്നിട്ട് അയ്യപ്പ പണിക്കർ സാർ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കും വൈ ഷുഡ് യു സേവ് ടൈം. എന്നിട്ട് പിള്ളേരെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറയുമ്പോൾ പുള്ളി പറയും ടു വേസ്റ്റ് അപ്പോൺ സംതിങ് എൽസ്. ഇപ്പം നമ്മൾ ഇവിടെ സമയം ലാഭിച്ച് മറ്റെന്തെങ്കിലും അത് ചെലവഴിക്കാൻ വിട്ടുകൊടുക്കണം എന്നൊരു നിർബന്ധമാണ്. അത് ഈ പുസ്തകത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ സംഭാഷണത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി. ഞാൻ ഈ മോഹൻലാലിനെ കുറിച്ച് ജോണി എഴുതിയ ഹൈലൈറ്റ് മാത്രം വായിച്ചിട്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. മോഹൻലാലിനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂവിന് ജോണി കൊടുക്കുന്ന ആമുഖമാണ് ഒരു തനി മലയാളി ഇടത്തരക്കാരൻ, അതിൻ്റെ തന്മയും പിടിപ്പുകേടും പ്രണയവും ഉൾവലിവും നമുക്ക് തന്നെ കാട്ടിത്തന്നയാളുമാണ്. ആയിരങ്ങളുടെ ആരാധനാപാത്രം, എന്നാലും ലഹരി, ലൈംഗികത എന്നൊക്കെ പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന വിചാരമില്ല. മലയാളത്തിൻ്റെ മഹാഭാഗ്യമായി ചലച്ചിത്ര ലോകം കാണുന്ന മോഹൻലാൽ ഇങ്ങനെ ഈ എഴുത്തിൻ്റെ മനോഹാരിത പോലെ തന്നെ TV-യുടെ ലോകത്തേക്ക് വന്നപ്പോൾ അഭിമുഖങ്ങളിൽ അതേ വാക്ചാതുര്യം, മനോഹാരിതയും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ പുലർത്തിയ ജോണി ലൂക്കോസ് നമ്മോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വീണ്ടും നേരെ ചൊവ്വയിൽ കാണാം. താങ്ക് യു.